ഏതോ സമിതി തെരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന ആളുകളാ. ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്, ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണ്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രസൂതിക്കുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അന്തിമമായി അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സുതാര്യത തന്നെയായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും സുതാര്യത ഉറപ്പാക്കി തിരഞ്ഞെടുത്ത ഗുണഭോക്തൃ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. എന്തുകൊണ്ടോ അത് അട്ടിമറിക്കാനുള്ള എന്തോ ശ്രമം നടക്കുന്നു എന്നാണ് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് തോന്നിയവർക്ക് കൊടുക്കുന്ന നിലയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട വാചകമല്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി VD സതീശൻ സർക്കാർ നിർത്തി. പാവപ്പെട്ട 16 ലക്ഷം സ്ത്രീകൾക്കും ട്രാൻസ് വ്യക്തികൾക്കും പ്രതിമാസം 1000 രൂപ വെച്ച് കിട്ടേണ്ട ഇത്തിരി പെൻഷൻ മുടക്കി. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു, ആ പെൻഷൻ കിട്ടുന്നവർ CPIM-ന്റെ പട്ടികയിൽ ഉള്ളവരാണ്. ഇത് ഒരു പെരും നുണയാണ്. പദ്ധതിയിലേക്ക് അർഹരെ തെരഞ്ഞെടുത്തത് K-സ്മാർട്ടിൻ്റെ ഓൺലൈൻ സ്ക്രീനിങ്ങിലൂടെയാണ്. മറ്റൊരു സുരക്ഷാ പദ്ധതിയിലും പെടാത്തവർ എന്ന് ഉറപ്പുവരുത്തിയാണ്. സെക്രട്ടറിമാരാണ് അതത് തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലെ അർഹരുടെ പട്ടിക തയ്യാറാക്കിയത്. അത് പഞ്ചായത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾക്കൊണ്ട സമിതിയാണ് അന്തിമമായി അംഗീകരിച്ചത്. അർഹരുടെ പട്ടിക അംഗീകരിക്കാൻ ഒരു സമിതിയും ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വസ്തുതയ്ക്ക് മുന്നിൽ അസത്യ പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി നുണ പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് ആദ്യമായല്ല. ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒരു സർക്കാരിന് എന്ത് തീരുമാനവും എടുക്കാം, നടപ്പാക്കാം. പക്ഷേ അതിൻ്റെ നാവുകൾ നുണ പറഞ്ഞുകൂടാ. ഈ ചർച്ചയിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുന്നു KV സുമേഷ് MLA CPIM, അഡ്വക്കേറ്റ് AM രോഹിത് കോൺഗ്രസ്, ഒപ്പം നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ. രോഹിത്, ഇത് തിരഞ്ഞെടുക്കാൻ ഒരു സമിതി ഉണ്ടായിരുന്നില്ല എന്നാണ് ആധികാരികമായി മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ആയിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, പട്ടിക CPIM കൊടുത്ത പട്ടികയാണ്. അതനുസരിച്ചാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ 16 ലക്ഷം പേർക്ക് കൊടുത്തത്. ഇനി 5 ലക്ഷം പേരുടെ പേരുകൾ ക്ലിയർ ചെയ്യാനുണ്ട്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ അനർഹർ ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തി അർഹർ ആയവർക്ക് പെൻഷൻ പദ്ധതി തുടരുമോ എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന ഒരു ആവലാതി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ഇപ്പോഴെങ്കിലും അങ്ങയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് പറയാമോ, ഈ പട്ടിക ഞങ്ങൾ പരിശോധിക്കും, അതിലെ കുഴപ്പങ്ങൾ പോക്കും, അതിൽ അർഹരായവരുണ്ടെങ്കിൽ അത് എത്ര പേരോ ആവട്ടെ, അവർ ഈ സമൂഹത്തിലെ പാവങ്ങളിൽ പാവപ്പെട്ടവരാണ്. ഒരു പെൻഷനിലും ഇല്ലാത്ത, ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളുടെയോ ശമ്പള പട്ടികയിലില്ലാത്ത തനിപ്പാവങ്ങൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർമാർ, അവർക്ക് ഈ പെൻഷൻ ഞങ്ങൾ കൊടുക്കും, നീതിയോടെ കൊടുക്കും, ന്യായത്തോടെ കൊടുക്കും എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? രോഹിത്. ശ്രീ NP ചന്ദ്രശേഖരൻ, അങ്ങ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആ തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല.
ഇവിടെ ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിൻ്റെ മറുപടി പ്രസംഗത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, കേരളത്തിലെ പിന്നെ അധികാരത്തിൽ വന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ സാമൂഹ്യപരമായിട്ടുള്ള അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരവധിയായ പദ്ധതികൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിൽ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്ക് മുമ്പിലൊരു വസ്തുതയുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ 120 മാസമാണ് ആ ഗവൺമെൻറ് അധികാരത്തിലിരുന്നത്. അന്ന് ആ ഗവൺമെൻറ് 120 മാസക്കാലം പറഞ്ഞത് സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ്. പക്ഷെ 120 മാസക്കാലം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ സർക്കാർ, അന്നത്തെ സർക്കാർ തയ്യാറായത്. അതുതന്നെ അതിനുശേഷം മാർച്ച് 16-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പേ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലെ സ്ത്രീകളോട് ആ തരത്തിലുള്ളൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തിനാണ് അവർക്ക് 10 വർഷക്കാലം എടുക്കേണ്ടി വന്നത്? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു മാസക്കാലം മുമ്പെയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിൽ തന്നെ ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തിലെയും അതിൻ്റെ പണം ആ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് മാർച്ച് 16-ന്റെ മുമ്പെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ്. അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന, ഞാൻ ഇന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിലെ ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീൽഡ് സർവേയുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചും കൂടി ആധികാരികമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് 31.3 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ഉണ്ടാകും. പിന്നീട് അത് 16.4 ലക്ഷമായിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ അവർ യഥാർത്ഥ ഗുണഭോക്താക്കളാണോ, അർഹതപ്പെട്ട ആളുകളാണോ, അതിനെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ആധികാരികമായിട്ട് പഠിക്കാനുണ്ട്. ആ പഠിച്ചതിന് ശേഷം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ പദ്ധതി ഇല്ലാതെ ചെയ്തു, അല്ലെങ്കിൽ അല്ല, ഒരു സ്വാഭാവിക പ്രഖ്യാപനം വരിക അങ്ങനെയല്ലേ? ഈ പദ്ധതി പ്രഖ്യാപിച്ച് അനർഹരെ ഒഴിവാക്കും, അർഹരുണ്ടെങ്കിൽ കൊടുക്കുമെന്നല്ലേ പറയുക? അത് പറയുന്നില്ല, അവിടെയാണ് സംശയം വരുന്നത്. തുടരൂ. അല്ല, അത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് പഠിക്കുമെന്നാ പറഞ്ഞത്. അതിനകത്തുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പഠിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. ഞാൻ വരാം. കെ വി സുമേഷ്, അദ്ദേഹം ഞങ്ങൾ കൊടുത്ത ബൈറ്റ് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഭാഗം മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് ബൈറ്റായി തന്നെ കൊടുത്തിരുന്നു. അതൊരിക്കൽ കൂടി അത് ആവർത്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചു, അദ്ദേഹവും പറയുന്നില്ല ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട്. അത് അന്ന് പറഞ്ഞിട്ടില്ലേ? അന്ന് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. എല്ലാ പഞ്ചായത്തുകളിലും ഈ അപേക്ഷ കൊടുക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയായിരുന്നു. അത് കെ സ്മാർട്ടിൻ്റെ ഓൺലൈനിലേക്ക് കൊടുക്കുകയായിരുന്നു. അത് ആ ഓൺലൈനിൽ കൂടി തന്നെ സ്ക്രീനിങ്, ഏതെങ്കിലും പദ്ധതികളിൽ ഇവരുടെ പേര് പെട്ടിട്ടുണ്ടോ എന്ന് ഓൺലൈനിൽ കൂടി തന്നെ സ്ക്രീനിങ് നടത്തിക്കൊണ്ട് ഒരു പദ്ധതിയിലും പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കി കുറേ പേരെ അവിടുത്തെ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് പഞ്ചായത്തുകളുടെ, കോർപ്പറേഷനുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതി ക്ലിയർ ചെയ്യുകയായിരുന്നു. ഇതാണ് ആ പ്രോസസ്സ് ആയിരുന്നത്. ഈ പ്രോസസ്സിനിടയിൽ തർക്കമുയർത്തിയില്ല, പക്ഷേ ഇപ്പോൾ തർക്കമുയർത്തുന്നു. ആ തർക്കമുയർത്തുമ്പോൾ തന്നെ അവർ അധികാരത്തിലിരിക്കുന്നവരാണ്, അവരത് പഠിക്കും, എന്നിട്ട് ഈ പദ്ധതി തുടരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കും എന്ന തരത്തിലാണ് പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സ്വരം ഇതിൽ എന്താണ് എന്ന് ഇന്ന് നിയമസഭയിൽ തന്നെ, അത് AC മൊയ്തീനാവട്ടെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാവട്ടെ വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിലും അതിലേക്ക് താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സുമേഷ്, ഇവിടെ ബഹുമാനായ NPC പറഞ്ഞ പോലെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം കേരളത്തിൽ മുൻ സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി, വിശേഷിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി, അത് മറ്റു വരുമാന മാർഗമൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് ലഭ്യമാകുന്നതാണ്. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ജൂൺ 11 പുറപ്പെടുവിച്ച ശ്രദ്ധേയമായ ഒരു വിധിയുണ്ട് നമ്മുടെ രാജ്യത്ത് വീട്ടമ്മമാരെക്കുറിച്ച്.
ഒരു LDF സർക്കാർ ആ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കിയുള്ള 120 മാസമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് അന്ന് നിലനിൽക്കുന്ന സ്ഥിതി എല്ലാവർക്കും അറിയാം. സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിച്ചൊരു സമീപനം നല്ല ടാക്സ് കളക്ഷനിലൂടെയെല്ലാം അതിന് മറികടന്ന് ആ ഗവൺമെൻറ് ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിവിടെ പറഞ്ഞ പോലെയാണ് CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തു. ഒരു കേരളത്തിൻ്റെ നിയമസഭയിൽ ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതെ സംസാരിക്കുകയാണ്. CPIM ഏതെങ്കിലും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പാർട്ടിയൊന്നുമല്ല. ഇത് ഗവൺമെൻറ് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. ഔദ്യോഗിക സംവിധാനങ്ങളെ കേസ്മാർട്ട് വഴി അപേക്ഷിച്ച ആളുകൾ അപേക്ഷിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തിൽ ഭൂരിപക്ഷം പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. മുനിസിപ്പാലിറ്റികൾ UDF ആണ്. കോർപ്പറേഷനിൽ കൂടുതൽ അവർക്കാണ്. അവർ ആ സെക്രട്ടറി പരിശോധിച്ച് കൊടുത്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റിലാണ് 1000 രൂപ വെച്ച് അമ്മമാർക്ക് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് കേരളം തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ശ്രദ്ധേയമായൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി? അന്ന് ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കിതിൽ വിയോജിപ്പുണ്ട്, കേരളത്തിൻ്റെ നിയമസഭയിലല്ലേ പ്രഖ്യാപിച്ചത്, ഞങ്ങൾക്കിതിൽ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരക്ഷരവും അന്ന് പറഞ്ഞിട്ടില്ല. എന്നല്ല, അങ്ങനെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. വലിയ സ്വീകാര്യത ആ പദ്ധതിക്ക് ലഭ്യമാകുകയും ചെയ്യും. ഇപ്പോൾ 16 ലക്ഷത്തോളം ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നു. അവർക്ക് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പൈസ കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. സുമേഷ് ഒരു ഇൻഫർമേഷൻ കൂട്ടിച്ചേർക്കാൻ അങ്ങയുടെ സമയത്തിൽ കൂട്ടിച്ചേർക്കാൻ എന്നെ അനുവദിക്കുക. ഇതിന് വലിയൊരു സ്വീകാര്യത കിട്ടിയത് അന്നത്തെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ ഭരണപക്ഷം, അവർ നയിക്കുന്ന, അവർക്ക് സാമൂഹ്യമായും രാഷ്ട്രീയമായും ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ജില്ലകളിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ 2.55 ലക്ഷം പേരാണ് ഇതിൽ അപേക്ഷിച്ചത്. അതിൽ 2.4 ലക്ഷം പേർക്കും അനുവദിച്ചു. ബാക്കിയുള്ളവർക്കാണ് ബാക്കിയുള്ള 15,000-ത്തോളം അല്ലേ വരിക. അത്രയും പേർക്ക് ഒഴിവാക്കുകയും ചെയ്തു. അയച്ച എല്ലാവർക്കും കണ്ണടച്ച് കൊടുക്കുകയായിരുന്നില്ല, അത്രയും പേർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയ ഒരു പദ്ധതിയാണ്. സ്വന്തം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, സ്വന്തം രാഷ്ട്രീയ മേഖലകളിൽ പിന്തുണ കിട്ടിയ ഒരു പദ്ധതിയാണ് ഇന്ന് UDF-നാൽ തള്ളിപ്പറയപ്പെടുന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുമേഷ് തുടരും. അതന്നെ, ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും അതിർവരമ്പ് അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ വളരെ കറക്റ്റായിട്ട് നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക എന്താ? ഞങ്ങളിതിൽ ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല. വളരെ കറക്റ്റായി കേരളത്തിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ക്ഷേമ പദ്ധതികളെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ പുതിയൊരു പദ്ധതി നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്തു. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഫെബ്രുവരി മാസം അനൗൺസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ഉദ്ദേശമാണ് അത്, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കൊടുക്കാതിരിക്കുകയാണോ? അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് കൊടുക്കാതിരിക്കുന്നത് ഏത് ഭരണപരമായ മര്യാദയാണ്? നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തു. ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട NPCക്ക് ഓർമ്മയുണ്ടാവും, ഇത് നടപ്പിലാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതല്ല, ഇത് ഗവൺമെൻറ് ഞങ്ങളുടെ തലയിൽ ഭാരമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പോകുന്നു, ഇത് കൊടുക്കാനൊന്നും പോകുന്നില്ല എന്നായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള ശക്തമായി ഇത് നടപ്പിലാക്കുമ്പോഴുള്ള ഇവരുടെ പ്രതികരണം. അത് കൊടുക്കാൻ ആരംഭിച്ചപ്പോഴാണ് അന്ന് ഈ ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി അതിനെ നേരിടുന്നത് അങ്ങേയറ്റം ശരിയല്ലാത്ത ഏർപ്പാടാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക്, വരുമാനമില്ലാത്തവർക്ക് ലഭ്യമാവുന്ന ഒരു പ്രോഗ്രാമിനെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ചിന്ത വെച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ. ആ ആശങ്ക ഉയർന്നു വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കുകയും ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് മറുപടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമാവുന്ന ഒരു കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു, ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും
ആ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു എന്നൊക്കെ ഒരു സംശയകരമായ അന്തരീക്ഷമാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന, അമ്മമാർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യത്തെ ഇല്ലാതാക്കാൻ ഈ UDF സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തൊടാതെ വർത്തമാനം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെ, ഞാൻ പ്രേംകുമാറിലേക്ക് വരികയാണ്. താങ്കളിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം വിശദാംശങ്ങളല്ല. നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യാനെടുക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി തുടരാതിരിക്കാൻ ഒരു ഗവൺമെൻറ്റിന് എല്ലാ അധികാരവും ഉണ്ട്. അവർക്ക് കിട്ടിയ മാൻഡേറ്റ് പോലും അതിനാണെന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. പക്ഷേ അതെന്ത് കാരണങ്ങൾ കൊണ്ട് എന്ന് സാമൂഹ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കുറച്ച് സാമൂഹ്യമായ കാരണങ്ങൾ അതിന് പറയേണ്ടതുണ്ട്. അതിനു പകരം ഇത്തരം വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്നാണ് പറയുന്നത്, പക്ഷേ അതിനും മാസങ്ങൾക്ക് മുമ്പ് ആ നടപടി ആരംഭിച്ചിരുന്നു. നടപ്പാക്കിയ സമയമാണ് ഈ പറയുന്നത് ഫെബ്രുവരി എന്ന് അങ്ങനെ പറയുന്നത്. ഇത് സത്യത്തിൽ രാഷ്ട്രീയ ചരിത്രം തന്നെ നിരാകരിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയായിട്ട് മാറുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട്, അത് അടുത്ത സർക്കാരുകൾ ഏറ്റെടുക്കാറുണ്ട്. ഇത് ഒരു നുണയിലൂടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഫാക്ച്വൽ എറർ തന്നെയാണ്. കാരണം സമിതി ഉണ്ടായിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പും നടന്നില്ല, CPIMൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ പട്ടിക അംഗീകരിക്കുകയായിരുന്നു എന്നത് മലപ്പുറത്തെ അനുഭവമെങ്കിലും അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവാസ്തവ പ്രസ്താവന ഏതെങ്കിലും ഒരു അംഗം ഏതെങ്കിലും ഒരു പ്രസംഗവേദിയിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പറഞ്ഞതല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരു വേദിയിൽ മിനിറ്റ്സ് ചെയ്യുന്ന സ്ഥലത്ത് ആണ് ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ പലതരത്തിൽ പലപ്പോഴായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുള്ള സമയം ആയില്ല എന്നൊരു വാദമുണ്ട്. എങ്കിലും ചോദിക്കുകയാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ഈ സമീപനങ്ങളിലും ഒക്കെ ഉള്ള മനഃശാസ്ത്രത്തെ വായിക്കേണ്ട സമയമായി എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തകനോട് പരസ്യമായി നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാം, പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് മൈക്കിൽ വരുന്നില്ലെന്ന് വിചാരിച്ച് വിളിച്ചു പറഞ്ഞ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രം അത് ചർച്ച ചെയ്യേണ്ട നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, അത് ആ സമയത്തിലുള്ളൊരു വാദമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രേംകുമാർ, താങ്കളിലേക്ക്. പ്രിയപ്പെട്ട NPC, VD സതീശന്റെ മനഃശാസ്ത്രവും മാനസിക ശേഷിയെ പറ്റിയും ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകരും ഇടതുപക്ഷക്കാരൊക്കെ ആലോചിച്ചു തുടങ്ങുന്നു എന്നുള്ളിടത്താണ് അയാളുടെ വിജയം. അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള അതിബുദ്ധിയാണ് നമ്മൾ കാണുന്നത്, അതിബുദ്ധിയാണ് കാണുന്നത്. കഥാവശേഷം എന്ന് പറഞ്ഞ TV ചന്ദ്രന്റെ ഒരു സിനിമയുണ്ട്, നന്ദിതാ ദാസാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പം അവര് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയുമ്പം നമ്മളോട് പറയുന്നത് ഞങ്ങൾ ചെന്ന് ഒരു ലോഡ്ജിൽ 2 മുറികളിലായിട്ട് താമസിച്ചു എന്നാ പറയുന്നത്, ഓഡിയോയിൽ കേൾക്കുന്നത്. പക്ഷേ സ്ക്രീനിൽ വിഷ്വലിൽ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഒരു മുറിയിൽ താമസിച്ച് കെട്ടിപ്പിടിക്കുന്നൊക്കെയാണ്. സിനിമ കാണുന്ന ആളുകൾ ഇതിൽ ഏതാണ് വിശ്വസിക്കുക? കാണുന്നതാണോ ആ സമയത്ത് കേൾക്കുന്നതാണോ? VD സതീശന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ സാമ്പ്രദായികമായിട്ടുള്ള വിമർശനങ്ങളോ സാമ്പ്രദായികമായിട്ടുള്ള റീഡിങ്സിനേക്കാളൊക്കെയോ എത്രയോ അപ്പുറത്താണ്. അതായത് കുട്ടനാട്ടിൽ വള്ളംകളിയുടെ മൂലം എന്താ പറയുക, വള്ളംകളിയുടെ ദിവസം അവധി വേണമെന്ന് ഒരു മെമ്പർ ആവശ്യപ്പെടുന്നു. സാധാരണഗതിയിൽ ചമ്പക്കുളം വള്ളംകളിയുടെ അവധി വേണമെന്ന് പറയുന്നു. സാധാരണഗതിയിൽ പിണറായി വിജയനാണെങ്കിൽ അവധി കൊടുക്കുമെങ്കിൽ അവധി കൊടുക്കും എന്ന് പറയും, അവധി കൊടുക്കില്ലെങ്കിൽ അവധി തരാൻ പറ്റില്ല എന്ന് പറയും. വളരെ എന്താ പറയുക സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മുഖ്യമന്ത്രിമാർ, ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ അവധി കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയും. പക്ഷെ VD സതീശൻ ഇതിനെ അപ്പുറത്താണ്. അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്യാമെന്ന് എഴുതിയ മറുപടി വായിക്കുകയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് പറയുകയും ചെയ്യും. അത് നാഷണൽ മീഡിയ വരെ, ഹിന്ദു വരെ വാർത്തയാക്കിയത്, മുഴുവൻ നാഷണൽ മീഡിയയും വാർത്തയാക്കി. അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ്? PK കുഞ്ഞാലിക്കുട്ടി കള്ളസാക്ഷി പറയുന്നതാണ്. അതായത് അതിന്റെ മുന്നേ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കിയായിട്ടാണ് പറഞ്ഞത്, എന്റെ ഓർമ്മ എന്ന് പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നു അപ്പൊ മുന്നേ പറഞ്ഞത് എന്തായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഭരണകക്ഷിയും മുഖ്യമന്ത്രിയും ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഒക്കെ കാര്യങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. KM ഷാജി കഴിഞ്ഞ ചോദിച്ചു കിട്ടില്ല, ലോഗോ വെച്ചാൽ എന്താ കുഴപ്പം? ഒരു വീടിന്റെ മുകളിൽ ലോഗോ വെച്ചാൽ എന്താ കുഴപ്പം? പെട്ടെന്ന് നമുക്ക് തോന്നും ലോഗോ വെച്ചാൽ എന്താ കുഴപ്പം എന്നുള്ളത്. ഇതിനെ നുണ പറയുന്നു, കള്ളം പറയുന്നു, ഗീബൽസിയൻ തന്ത്രം എന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷവും CPM ഒക്കെ വിമർശിക്കുന്നത്. അത് വേറൊരു അബദ്ധമാണ്.
ഇത് നുണയല്ല, ഇത് ഗീബൽസിയൻ ട്രിക്കും അല്ല, ഇത് അതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയ ട്രിക്കാണ്. സ്ട്രാറ്റജിക് ആംബിഗ്യൂറ്റി എന്ന് പറയുന്ന പരിപാടിയാണിത്. അതായത് പെട്ടെന്ന് സഭയിൽ വെച്ച് പി ഡി സതീശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും CPM ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള വലിയൊരു ഭൂരിപക്ഷം ആളുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ എത്തുന്നത്. ഈ വിശ്വാസം ഉണ്ടാക്കുന്നതിൽ, അതാണ് അതിന്റെ വേറൊരു വലിയ രസം, ഈ വിശ്വാസം ഉണ്ടാക്കുന്നതിൽ സഹായിച്ച ആളുകൾ, ആ ആളുകളുടെ എല്ലാവരുടെയും ക്രെഡൻഷ്യൽസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ചുമലിലാണെന്നുള്ളതാണ്. ഇടതുപക്ഷം തന്നെ അരിയിട്ട് വാഴിക്കുന്ന, ആഘോഷിക്കുന്ന സാംസ്കാരിക, സാഹിത്യ, സാമൂഹ്യ നായകർ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആവാം, വലിയ പത്രാധിപരാവാം, TV ചാനൽ എഡിറ്റർ ആവാം, ഇടതുപക്ഷത്തിന്റെ സകല വേദികളിലും ആദരിക്കപ്പെടുന്ന ആളുകൾ തന്നെയാണ് വി ഡി സതീശനും കോൺഗ്രസും ഇങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു തിയറി, ഒരു സാധനം മലയാളികളെ മേലിൽ സന്നിവേശിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തിയറി അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ നമ്മൾ പിന്നെയും പോയിട്ട് ആദരിക്കുകയാണ്, പിന്നെയും അങ്ങോട്ട് ചെന്ന് വീട്ടിൽ ചെന്ന് ആദരിക്കുന്ന സീനാണ് കാണുന്നത്. ഇതിനെ വി ഡി സതീശനും UDFും കോൺഗ്രസും ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വാർ ഉണ്ടല്ലോ, ഈ ഒരു മീഡിയ വാർ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടല്ലോ, അതിനെ നേരിടുന്നത് എങ്ങനെയെന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് അറിയില്ല എന്നുള്ളതിലാണ് എനിക്കൊക്കെയുള്ള കൺസേൺ. എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് സ്ത്രീകൾ CPMകാരല്ല എന്ന് തെളിയിക്കുക? അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. വി ഡി സതീശൻ യാതൊരു മടിയുമില്ലാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. വയനാട്ടിൽ വീടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ പോയി നോക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. അവിടെ ഒരു കല്ലിട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കേട്ടതാണ് ആശാ സമരവേദിയിൽ ചെന്നിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ 21,000 രൂപയാക്കും എന്നുള്ളത്. 21,000 രൂപയാക്കുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം പിന്നെ പറയുന്നത് വാക്കാണ് പ്രധാനം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്, പ്രവൃത്തി അല്ല എന്നാണ് പറയുന്നത്. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള വിചിത്രമായ രീതിയിലാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നതും ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയൊരു ഭൂരിപക്ഷം ആളുകൾ ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട്, ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാ. ഓപ്പോസിഷനിലായിരുന്ന സമയത്ത്, പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഭരണപക്ഷത്താവുമ്പോൾ തുടരേണ്ടതില്ല എന്നുള്ളൊരു തിയറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ പറഞ്ഞതല്ലേ. KM ഷാജി വളരെ കൂളായിട്ട് പറയുന്നു, സണ്ണി ജോസഫ് വളരെ കൂളായിട്ട് പറയുന്നു, വി ഡി സതീശനും വളരെ കൂളായിട്ട് പറയുന്നു, നമ്മൾ എന്താ പറയാ വലിയ ആസ്ഥാന ചർച്ചാ വിശാരദന്മാരും പറയുന്നു. പ്രതിപക്ഷത്താവുമ്പോൾ അങ്ങനെയൊക്കെ പറയും. അത് ഭരണപക്ഷത്താവുമ്പം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് വേറെയാണ്, ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി ആണെന്ന് പറയും. എന്നാലോ സിൽവർ ലൈന് വേണ്ടി ഇവിടെ ഭയങ്കരമായ ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് വന്ദേ ഭാരത് ഉണ്ടല്ലോ, സിൽവർ ലൈൻ വേണ്ടതില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു വി ഡി സതീശൻ. അത് പറഞ്ഞതുകൊണ്ടായിരിക്കണം അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ കേരളയിൽ സിൽവർ ലൈൻ പ്രോജക്ട് ക്യാൻസൽ ചെയ്തു. നമുക്ക് മനസ്സിലാവാവേ ആദ്യം പറഞ്ഞതും പിന്നെ ഉള്ളതാന്നുള്ളത്. പക്ഷെ അടുത്ത ആഴ്ച അതേപോലെ സെമി ഹൈ സ്പീഡ് റെയിലിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിനെ വെച്ചിരിക്കുന്നു. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട്, ഗൂഗിൾ എർത്ത് വെച്ചിട്ട് ഈ ശ്രീധരൻ 2 ആഴ്ച കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ DPRനെ പറ്റി പഠിക്കാൻ ഏൽപ്പിച്ച കമ്മിറ്റി ഇതാ 100 ചില്ലാനം ചോദ്യങ്ങൾ ഈ ശ്രീധരനോട് ചോദിച്ചിരിക്കുന്നു. ഒരു ഡീറ്റെയിലും ഇല്ലാത്തൊരു സാധനമാണ്. ഇങ്ങനെ കോൺട്രാഡിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ഇവർക്ക് പ്രത്യേകമായ ഒരു സ്വാതന്ത്ര്യവും സ്പേസും കേരളത്തിലെ സമൂഹം, കേരളത്തിലെ മാധ്യമങ്ങളും ആളുകളും എല്ലാം കൂടി ചേർന്ന് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ തൊട്ടു മുമ്പത്തെ ലിക്കർ പോളിസി, ബക്കാഡി ബ്രീസറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ള അല്ലല്ലോ പ്രശ്നം. സർക്കാരിന് ഇങ്ങനെ ഒരു നയപരമായ ഒരു ചേഞ്ച് വരുത്താൻ, ലിക്കർ പോളിസിയിൽ ചേഞ്ച് വരുത്താനുള്ള എല്ലാ അധികാര അവകാശമുണ്ട്. പക്ഷെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് UDFിൽ ചർച്ച ചെയ്യുക, സർക്കാരിൽ ചർച്ച ചെയ്യുക, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുക, എന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് അതല്ല ചെയ്തത്. മുഖ്യമന്ത്രി രഹസ്യമായിട്ട് ഇത് ചെയ്തു എന്നുള്ളിടത്താണ് നമ്മൾ അഴിമതി മണക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വീര്യം കുറഞ്ഞ മദ്യം, ആൽക്കഹോളും കുറഞ്ഞ മദ്യം കഴിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള മട്ടിലാണ്. 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ ടിക്കറ്റ് കൊടുക്കേണ്ടതില്ല. പക്ഷെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർ ടിക്കറ്റ് കൊടുക്കണം. അതെന്തോ ആവട്ടെ. പക്ഷെ ഉമ്മൻചാണ്ടി പെൻഷന്റെ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുന്നതെന്ന് അറിയോ? എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ പോളിസി എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം പറയാണ് അതിനെപ്പറ്റി പഠിക്കാൻ DPR ഉണ്ടാക്കാനാണ് 10 കോടി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? 1 ലക്ഷം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക്, വരുമാനമുള്ള ആൾക്കാർക്ക് പോളിസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ 1 ലക്ഷം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് KSRTCയിൽ സൗജന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
വയനാട്ടിൽ വീട് വെക്കുമെന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് പിരിച്ചതിന് ശേഷം ഒരു കൂഞ്ഞും ചെയ്യാതെ ഇപ്പോഴും കൂളായിട്ടിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അവർക്ക് അങ്ങനെ വിഹരിച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിനെ ഫലപ്രദമായിട്ട് നേരിടുന്നതിൽ ഇടതുപക്ഷവും LDF-ഉം എന്തൊക്കെ പരാമർശങ്ങളും പ്രസംഗങ്ങളും ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവും സഭയിൽ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെ ക്രൂഷ്യലായിട്ട് ഇഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയണം. ബക്കാടി ബ്രീസറിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് MV ഗോവിന്ദൻ മാഷാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഇവർക്ക് ഇപ്പൊ പറ്റുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാണ് വേണ്ടത് എന്നാ ഞാൻ വിചാരിക്കുന്നത്. വരാം രോഹിതെ, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച് പറയുകയും ഊന്നിപ്പറയുകയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഊന്നി തന്നെയാണ് പറഞ്ഞത്. എങ്കിലും അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ സർക്കാർ ഈ വൈകിയെടുത്തത് മാത്രമല്ല, അവർ എടുത്ത എല്ലാ തരം ക്ഷേമ പരിപാടികളുടെയും അല്ലെങ്കിൽ പദ്ധതികളുടെയും ഭാരം ഞങ്ങളുടെ തലയിലാണ് എന്ന് പറഞ്ഞു. സർക്കാരുകൾ തുടർച്ചയായിരിക്കെ അത്തരത്തിലുള്ളൊരു ഭാരം അടുത്ത സർക്കാരുകൾ ഏൽക്കുന്നത് സ്വാഭാവികമാണ്. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ ആണെങ്കിലും അതിനു മുമ്പ് ആൻ്റണിയുടെ സർക്കാരിൻ്റെ ആണെങ്കിലും തുടർന്ന് വന്ന LDF സർക്കാരുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സാധാരണ രീതിയാണ്. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എവിടെയെങ്കിലും പരാമർശിക്കുന്ന ഒരു കയ്യടിക്ക് വേണ്ടിയുള്ളൊരു പരാമർശം ആയിട്ടല്ല ഇത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ആവർത്തിച്ച് തന്നെ ഇത് പറയുന്നു. അങ്ങനെ ഒരു രീതി, കാരണം ഇതൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്നു എന്ന ഒരു പരാതി, അത് UDF-ന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പരാതിയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരും കുടിശ്ശികയായിട്ട് 18 മാസം കുടിശ്ശികയായിട്ട് ഇറങ്ങിപ്പോയിട്ട് അടുത്ത സർക്കാരല്ലേ അത് തീർത്തിരിക്കുന്നത്. അത് തീർക്കില്ല എന്നൊരു നിലപാട് അവരാരും പറഞ്ഞു കണ്ടില്ല. അത് ചെയ്യില്ല എന്നതിനോട് പറയുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് നിർത്തുകയാണിത് പറഞ്ഞിട്ട്. അതൊന്നും ചെയ്യില്ല, ഏറ്റെടുക്കുന്നില്ല എന്നാണോ UDF സർക്കാരിൻ്റെ നിലപാട്? താങ്കൾക്ക് വിശദീകരിക്കാം രോഹിത്. നമ്മുടെ ഈ ചർച്ചയിൽ സർക്കാരിനെതിരെ പറയുവാൻ ശ്രീ NPC ഉൾപ്പെടെ 3 പേരുണ്ട്. ഞാൻ ഒരാൾ മാത്രമാണ് സർക്കാരിന് വേണ്ടി സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അയ്യോ, അതൊന്നും നടക്കില്ല. പ്രതിപക്ഷത്തിലെ ആള് കുറവാണ്. കേൾക്ക് അല്ല, ഭാഗം വിശദീകരിച്ചോളൂ. പക്ഷേ ഈ ചർച്ചയുടെ ഒരു രീതിയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയണമല്ലോ. പ്രതിപക്ഷത്തിന് ആള് കുറവാണ്, ഭരണപക്ഷത്തിന് ആള് കൂടുതലാണ്. അതുകൊണ്ട് ഭരണപക്ഷത്തിന് അനുവദിക്കുന്ന സമയം പ്രതിപക്ഷത്തിന് അനുവദിക്കണം എന്നൊരു വാദം നിയമപരമായിട്ടൊന്നും നിലനിൽക്കുന്നതല്ല. ഇവിടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു, അവർ രണ്ടുപേരും അഭിപ്രായം പറയുന്നു. നിരീക്ഷകന്റെ അഭിപ്രായം നിങ്ങളുടെ അല്ലാത്തതിന് ഞാനെന്ത് പഴിച്ചു? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞതിൽ പലതും അദ്ദേഹം പറഞ്ഞത് പലതും ഇടതുപക്ഷ വിമർശനവും കൂടിയാണ്. അത് അനുവദിക്കപ്പെട്ട സമയം എപ്പോഴാണ്? ഇപ്പൊ ഇവിടെ സ്ത്രീകളുടെ ഉന്നമനത്തെ കുറിച്ചും അവരുടെ സുരക്ഷയെ കുറിച്ചും അവരുടെ പെൻഷനെ കുറിച്ചും അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 1 മാസക്കാലം മുമ്പ് മാത്രമാണ് ഇത് പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. അപ്പൊ ആ 10 വർഷക്കാലം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കാര്യക്ഷമമായിട്ട് അത്തരത്തിലുള്ളൊരു ഫീൽഡ് സർവേ നടന്നിട്ടുണ്ടോ, ബെനിഫിഷ്യറിയെ കണ്ടെത്തുന്നതിൽ ആധികാരികതയുണ്ടോ എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആശങ്കയോട് ചോദിച്ചാൽ അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ സുമേഷ് ശ്രീ MLA അദ്ദേഹം 16 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചും അവരനുഭവിക്കുന്ന പ്രയാസത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് ഈ സർക്കാരിനെതിരെ തിരിക്കാമെന്നാണ് കരുതുന്നത്. 16 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ 1 മാസക്കാലം കൊണ്ട് ഈ സർക്കാർ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് കൂടി പറയണ്ടേ? UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ 100 ദിവസത്തെ പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കേരളത്തിലെ KSRTC-കളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. അത് 10 ലക്ഷത്തോളം, ആദ്യ ദിവസം തന്നെ 10 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് KSRTC-യിൽ യാത്ര ചെയ്യാൻ പറ്റി. നിങ്ങൾ 16 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഈ പ്രഖ്യാപനം നടന്നതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ 10 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുകയാണ്. ആശാ വർക്കർമാർ അവരെ കുറിച്ച് പറഞ്ഞത് പാട്ടപ്പർക്കികൾ എന്നാണ്. സ്ത്രീകളെ കുറിച്ച് വലിയ വായിൽ വർത്താനം പറയുന്ന CPM അന്ന് ആശാ വർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞത് അവർ പാട്ടപ്പർക്കികൾ എന്നാണ്.
അവർക്ക് ആദ്യ ക്യാബിനറ്റിൽ 3000-ഓളം വരുന്ന അവരുടെ പിന്നെ ഓണറേറിയം പ്രഖ്യാപിച്ചത് UDFന്റെ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യത്തെ ക്യാബിനറ്റാണെന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാർക്കും അവരുടെ ഹെൽപ്പർമാർക്കും 1000 രൂപ അനുവദിക്കപ്പെട്ടത് ഈ ഗവൺമെന്റ് അത് വർദ്ധിപ്പിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 1 മാസത്തിനുള്ളിൽ. പ്രീ പ്രൈമറി ടീച്ചേഴ്സും അതുപോലെ തന്നെ പാചക തൊഴിലാളിമാർക്കും 1000 രൂപ കൊടുത്തു ഈ ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ ഈ ബഡ്ജറ്റിനകത്ത് ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർത്തവ അവധി അടക്കമുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് നവോത്ഥാനത്തിന് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തി. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ അവരുടെ പോക്കറ്റ് മണി എന്ന നിലയ്ക്ക് അതിന്റെ പ്രഖ്യാപനം വരാൻ പോവുകയാണ്. സാമൂഹ്യ സുരക്ഷ നടപ്പിലാക്കാൻ വേണ്ടി 590 കോടി രൂപ ഈ ഗവൺമെന്റ് 1 മാസക്കാലത്തിനിടയിൽ അതിന്റെ ആദ്യ ബജറ്റിൽ തന്നെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സാമൂഹ്യപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ സാമ്പത്തിക സ്വാശ്രയത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പദ്ധതി ഇല്ലാതാക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല, അല്ല അത് നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തണം, അതിലെ ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ NPC സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് അധികാരത്തിലേക്ക് പോകുമ്പോൾ 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? 18 മാസക്കാലം കേരളത്തിൽ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്റെ ചോദ്യമാണ്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയായിരിക്കുമല്ലോ അങ്ങേക്കും പറയാനുള്ളത്. 3 മാസക്കാലമാണ്. 3 മാസമേ ഉള്ളൂ അതല്ലേ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. കേരളീയർ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് അല്ലല്ല, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തു നിന്നുള്ള രേഖകൾ സഹിതമാണ് ഞാൻ പറയുന്നത്. കേവലം 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ബാക്കി വെച്ചുള്ളൂ. അത് എന്തുകൊണ്ട് വന്നു എന്ന് കൂടി പറയണം. അത് എന്തുകൊണ്ട് വന്നുകൊണ്ട് നിങ്ങൾ പറയണ്ടേ? അതിന്റെ ഉത്തരം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വൈറ്റ് പേപ്പർ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇറക്കിയിരിക്കൽ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പുറത്തേക്ക് പോകുമ്പോൾ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ 808 കോടി രൂപ അത് കുടിശ്ശികയായി നിൽക്കുന്നുണ്ട്. 808 കോടി രൂപ എന്ന് പറഞ്ഞാൽ 16 മാസത്തെ കണക്ക് അല്ലെങ്കിൽ 18 മാസത്തെ കണക്കല്ലല്ലോ, കേവലം 3 മാസത്തെ കണക്കിനെ കുറിച്ചാണ് തോമസ് ഐസക് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 26/4/2014 അന്നത്തെ MLA ആയിരുന്ന ശ്രീ സ്വരാജിന്റെ ചോദ്യത്തിന് ഐസക് കൊടുത്തിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് 2014 നവംബറിലെയും 2014 ഡിസംബറിലെയും 2015 ജനുവരിയിലെയും 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് UDFന്റെ ഗവൺമെന്റ് അധികാരത്തിന് പോകുമ്പോൾ ബാക്കിയുള്ളൂ. അത് കൊടുക്കാതിരിക്കാനുള്ള കാരണം അന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ബാങ്കുകളിൽ വന്നിരിക്കുന്ന സാങ്കേതിക തകരാറിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു പെൻഷൻ കുടിശ്ശിക ഉണ്ടായതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പ്രചരിപ്പിക്കുകയാണ് എന്ത് 18 മാസക്കാലത്തെ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കല്ലുവെച്ച നുണ കേരളത്തിൽ നിങ്ങൾ ആവർത്തിച്ച് പാടിയിട്ടും ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് 18 മാസക്കാലം പെൻഷൻ കിട്ടിയില്ല എന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇത് ഒരു നിയമസഭാ ചോദ്യത്തിൽ വന്നത് എന്താണ്, അതിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്താണ്, ഇതൊക്കെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുള്ളതാണ്. ഞാൻ ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് അത് പറഞ്ഞ് സമയം കളയുന്നില്ല. സുമേഷിന് താല്പര്യമുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് ഈ തലയിലിടൽ വാദം, അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാർ ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടിരിക്കുന്നു, മറ്റാരും ആരുടെയും തലയിലേക്ക് ഒന്നും ഇട്ടിട്ടില്ലേ എന്നൊരു വാദം ഉന്നയിച്ചും തലയിലേക്കിട്ടിരുന്ന ഒരു കാര്യവും ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു നിലപാട്, രാഷ്ട്രീയ നിലപാട്, ഭരണപരമായ നിലപാട് UDFനുണ്ടോ എന്നും ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞോ ഇല്ലയോ എന്ന് ജനം വിലയിരുത്തട്ടെ. അതിനാണോ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്ന്. സുമേഷ്, താങ്കൾക്ക് ഇടപെട്ട് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. അല്ല, ഞാൻ പെൻഷനുമായി ബന്ധപ്പെട്ട് NPC അത് ക്ലിയർ അങ്ങയിലേക്ക് വരാം, അങ്ങയിലേക്ക് ഇനി വരാം. സുമേഷ്, ക്ലാരിറ്റി വരുത്തിയെന്നോ. ഇതിലിപ്പോൾ പിന്നെ സമൂഹത്തെ പൊതുവിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് UDF എന്ന നിലയിൽ അവർ പ്രധാനമായും ശ്രമിക്കുന്നത്. ഇവിടെ 10 വർഷക്കാലം ഭരിച്ചില്ലേ,
നിങ്ങളെങ്ങനെയാണ് അവസാനമായിട്ട് പിന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ യുക്തി എന്താ? ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ വിവിധ സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിവിധ സ്കീം കേരളത്തിൽ തന്നെ LDF സർക്കാർ പിന്നെ ക്ഷേമ പെൻഷൻ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാരുടെ ഇവരുടെ എല്ലാം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബഹുമാനായ അഡ്വക്കേറ്റ് AM രോഹിത്ത് കേരളത്തിൻ്റെ ഒരു ഭരണചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ ആരാ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്ത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ കൊടുത്ത ആനുകൂല്യങ്ങളെയും റീപ്രൊഡക്റ്റീവ് അല്ല എന്ന് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അന്ന് നയനാരുടെ ഗവൺമെൻറ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ ശക്തമായിട്ട് വിമർശിക്കുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തതാണ്. ഞങ്ങൾ ഈ വെൽഫെയർ സ്കീം ഏറ്റവും ശക്തമായിട്ട് നടപ്പിലാക്കി. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിവിധ ഘട്ടങ്ങളിൽ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതാർക്കും അറിഞ്ഞുകൂടാത്ത ഏറ്റവും അവസാനത്തെ ഒരു കണക്കെടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. 600 രൂപ ഉണ്ടായിരുന്നു, ആകെ 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ആ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന വിമർശനമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു മറുപടിയാണ്, ഇലക്ഷനിൽ അടുപ്പിച്ച് കൊടുത്ത ഒരു മറുപടി എടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം എന്താ? ഞങ്ങൾ ഒരു ഗവൺമെൻറ് തുടർച്ചയാണ്. ഈ സ്കീം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞത് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല, ഇത് വെറുതെ പറയുന്നതാണ്. ഫെബ്രുവരി മാസം തന്നെ ഈ 1000 രൂപ വെച്ച് കൊടുക്കാൻ ആരംഭിച്ചു. നിങ്ങൾ പറഞ്ഞോ ഈ ലിസ്റ്റ് ഫോളോ ആകും, ഇത് ശരിയായ ലിസ്റ്റല്ല, ഇത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാന്യനായ രോഹിതിൻ്റെ പാർട്ടി പറഞ്ഞോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പുനഃപരിശോധിക്കും, ഇത് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങളിപ്പോൾ ജയിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു സ്റ്റാൻഡല്ലേ അത്? അതെന്ത് മര്യാദയാണ്? നിങ്ങൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വർത്തമാനം നിങ്ങൾ പറഞ്ഞില്ല. ഈ ലിസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും കോർപ്പറേഷൻ സെക്രട്ടറിമാരും തയ്യാറാക്കിയ ലിസ്റ്റ് കേരളത്തിലെ LDF അല്ലെങ്കിൽ കേരളത്തിലെ CPIM ഓഫീസിൽ ഇരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ എത്ര ശരിയല്ലാത്ത ആക്ഷേപമാണ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങളിപ്പോൾ വലിയ നിലയിൽ കൊട്ടിഘോഷിക്കുന്നു സ്ത്രീകളെ യാത്ര ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. നിങ്ങൾ പറഞ്ഞത് എന്താ? ഇലക്ഷനിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ UDF പ്രവർത്തകർ വന്നില്ലേ? ഞങ്ങളും എന്താ പറഞ്ഞത്? ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാർഡ് കാണിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, ബസ്സിൽ കയറിയാൽ മതി. ഓർഡിനറി ബസ് എന്ന് പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഏതെല്ലാം ബസ്സിലാണ് ഇപ്പോൾ യാത്ര അനുവദിച്ചിരിക്കുന്നത്? ഏതെല്ലാം ബസ്സിലാണ്? എത്ര കിലോമീറ്ററാണ്? നിങ്ങൾ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ആ പദ്ധതിക്കെതിരല്ല, സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുന്നു പദ്ധതികൾക്ക് ഞങ്ങളെതിരല്ല. നിങ്ങൾ എന്തിനാണ് ഇരട്ടത്താപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ എല്ലാ ബസ്സിലും കയറി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? എല്ലാ ബസ്സിലും കയറി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാ? ഞങ്ങൾ അധികാരം ആശാ വർക്കർമാരുടെ 21,000 രൂപയായിട്ട് പ്രഖ്യാപിച്ചോ? ക്ഷേമ പെൻഷൻ 3000 പ്രഖ്യാപിച്ചോ? ഞങ്ങളെ വിമർശിക്കല്ലേ? ഞങ്ങളെയാണല്ലോ നിങ്ങൾ വിമർശിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, അത് 3000 എവിടെ? ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡ് നിങ്ങൾക്കെതിരെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഒരു മാസത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോയൊരു സർക്കാരിനൊക്കെ. അറബിക്കടലിൽ ഇപ്പോൾ വെള്ളമില്ല, ഒഴുക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എവിടെ? നിങ്ങളല്ലേ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്? കേരളത്തിൽ മുഴുവൻ നിങ്ങളെല്ലാവരും പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ. ഇപ്പോൾ നിങ്ങളല്ലേ അധികാരത്തിലിരിക്കുന്നത്? നിങ്ങളെന്താ അതിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താ? അറബിക്കടൽ ഒഴുക്കും, ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നെല്ലാമല്ലേ ഞങ്ങൾ പറഞ്ഞത്. മദ്യത്തിൻ്റെ നികുതി നിങ്ങളുടെ നേതാവായ VM സുധീരൻ തന്നെയല്ലേ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹമല്ലേ ഇതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ പറയുന്ന ഒറ്റക്കാര്യേ ഉള്ളൂ, സ്ത്രീകളെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ വിവിധ സ്കീമാണ് ഞങ്ങളുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അന്ന് നിലനിന്ന നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന അപകടകരമായ ഫിനാൻഷ്യൽ ഫെഡറലിസത്തിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ CPIM ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിരിക്കരുത്. നാളെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന നിലപാട്, ആ നിലപാടിനെ ആശ്രയിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോട് സ്വീകരിക്കുന്ന സമീപനം ഞങ്ങളുടെ വലിയ നിലയിൽ മുറുക്കി.
ഞങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ചില പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ആ ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചില പദ്ധതികൾ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടായി. ബഹുമാനനായ ശ്രീ ഡോക്ടർ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു, എന്താ ഇതിൻ്റെ പ്രശ്നം എന്നറിയോ, ഞങ്ങൾക്ക് ആളുകളെ കബളിപ്പിച്ച ശീലമില്ല. ഞങ്ങൾക്ക് ആളുകളെ കബളിപ്പിച്ച ശീലമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ആക്ഷേപർ എന്താ ധാർഷ്ട്യം, ധിക്കാരം, എന്തെല്ലാമാണ് നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഓരോരോ ഞാനത് ആവർത്തിക്കുന്നില്ല. എന്താ സമൂഹത്തിൽ ഉയർന്ന പ്രതികരണം? എന്താ സമൂഹത്തിൽ ഉയർന്ന പ്രതികരണം? സ്ട്രെയിറ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് ഓരോ ആളുടെ ശീലം ഉണ്ടാവില്ലേ, അവരാ നിലയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ വർത്തമാനം പറയും. ആ വർത്തമാനം പറഞ്ഞതിനെ എല്ലാം ആക്ഷേപിച്ച് അപമാനിച്ച് ഇപ്പോഴീ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയാണ്. വോട്ട് ചെയ്ത് അധികാരത്തിലേറി വന്നപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ജനങ്ങളോട് മറ്റൊരു നയം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്ന് പ്രകടമാകുന്നത്, കേരളത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ഈ വിമർശനം ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഞങ്ങൾക്ക് ഈ ആളുകളെ കബളിപ്പിക്കാൻ അറിഞ്ഞുകൂടാന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകളെ ഈ മോഹവലയത്തിൽപ്പെട്ട് വഞ്ചിക്കുക എന്നൊരു നില നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്ന നിലയിൽ നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. നമ്മുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ നിലപാടും കാര്യങ്ങളും സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോകും. എല്ലാ സ്ത്രീകളും കയറിക്കുമെന്ന് പറയാം, കയറാനായപ്പോൾ പറയാം ഇല്ല, അങ്ങനെ എല്ലാ ബസ്സിലും കയറാൻ പറ്റില്ല, കയറാൻ പറ്റുന്ന ചില ബസ്സുണ്ടെന്ന് പറയാം. ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ് ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷേ വൈകാതെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ ഞങ്ങൾ പോലും ഈ സഭ ആരംഭിക്കുമ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഞങ്ങളാരും കരുതിയില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിലുള്ള അന്തരീക്ഷം എന്താ? ആകെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസമാവുന്ന ഗവൺമെൻറ്റിനെതിരെ UDF-നകത്ത് തന്നെ ശക്തമായിട്ടുള്ള വികാരം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ശക്തമായ വികാരം ഉയർന്നു വരുന്നു. ബെല്ലിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ പോലും കരുതിയിട്ടില്ലല്ലോ. ഒരു നിയമസഭയുടെ തുടക്കമല്ലേ, ഒരു അത്യാവശ്യം കാര്യങ്ങൾ വിമർശിച്ച് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ ഹണിമൂൺ പീരീഡ്, അവിടെ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ള നിലയാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ പ്രശ്നം എന്താ? VM സുധീരൻ, KC വേണുഗോപാൽ, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ, ഇവരുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ തന്നെ പരസ്പരമായി കോർഡിനേഷൻ ഇല്ലാതെ സംസാരിക്കുന്ന നിലയിലേക്ക് ഒരു അവസാന നാളിൽ എത്തി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതീതിയാണ് ആദ്യ മാസം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതു അന്തരീക്ഷം. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പ്രേംകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. താങ്കൾ എന്താ പറഞ്ഞത്? സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി പരത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതെ, ചരിത്രപരമായ ഒരു മതിഭ്രമം കൂടി പരത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ, രാഷ്ട്രമീമാംസയിൽ തന്നെ ഇല്ലാത്ത ചില പുതിയ സിദ്ധാന്തങ്ങൾ ഇവർ കണ്ടെത്തുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരു സർക്കാർ ഭരിക്കുന്നത് ഒരു നീണ്ടകാലത്തേക്കാണ്. ആ സർക്കാരിൻ്റെ ആദ്യത്തെ മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഒന്നും തീരുമാനിച്ചുകൂടാ, ഒരു കാര്യവും നടപ്പാക്കിക്കൂടാ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാൽവയ്പായിട്ട്, ഭരണപരമായ തീരുമാനമായിട്ട് എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ, അതിൻ്റെ ഒന്നാമത്തെ പദ്ധതി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചത് 51 ഏപ്രിൽ 1-നാണ്. 51 ഒക്ടോബറിലായിരുന്നു നമ്മളുടെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ്. ആരെയൊക്കെ റദ്ദാക്കുകയാണ് ഇങ്ങനെയുള്ള പുതിയ രാഷ്ട്രീയ സിദ്ധാന്ത രൂപകർത്താക്കൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും. കുട്ടികൾ അവർ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഒരു നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, പഠിതാവ്, ഡോക്ടറേറ്റ് ബിരുദമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അങ്ങക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ പുതിയ കുട്ടികളോട് പറയാനുണ്ട്? ഇവരവിടെയൊക്കെ വിട്. അതായത് പുതിയ കുട്ടികൾക്ക് ഇതൊക്കെ വളരെ 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 വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. സിൻസിയർ അല്ലാത്ത ഒരാളെ, അത് എത്ര വലിയ പൊളിറ്റീഷ്യൻ ആയിരുന്നാലും എത്ര സെലിബ്രിറ്റി ആയിരുന്നാലും തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അതിസമർത്ഥമായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ഈ സാമ്പ്രദായികമായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനും അനലിസ്റ്റുകൾക്കൊക്കെയാണ് ഈ പഴയ ചില സിദ്ധാന്തങ്ങളുടെ ശീലമൊക്കെ ഉള്ളത്.
NPC പോലും നെഹ്റുവിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആരോട്? അതായത് PM ശ്രീ കടലിലെറിയും, സിലബസിൽ നെഹ്റുവിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ പലറി വിളിച്ച് പ്രസംഗിച്ച ആളാണ് കൂളായിട്ട് ചോദിക്കുന്നത്, എന്താ ആ ലോഗോ വെച്ചാൽ എന്താ അതിൽ നരേന്ദ്രമോദിയുടെ ചിത്രം ഇല്ലല്ലോ എന്ന്. എന്താണിത്? എന്താ ആ ചോദ്യം ഒരാൾ ചോദിക്കുന്ന സമയത്ത് അവിടെ തീരുകയാണ്, ആ സാധനം അവിടെ തീരുകയാണ്, ആ സംഗതി അവിടെ തീരുകയാണ്. ഇന്നലെ എനിക്കൊക്കെ വളരെ അടുത്ത സൗഹൃദമുള്ള, രോഹിതിനോട് സൗഹൃദം ഇല്ല എന്നല്ല, ഒരു കറക്റ്റ് കോൺഗ്രസ്സുകാരെന്ന രീതിയിൽ ബഹുമാനമുള്ള ഒരാളാണ് ടി സിദ്ദിഖ്. കാർഷിക കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ ആവാൻ യോഗ്യരായിട്ടുള്ള 3 ആൾക്കാരുടെ പേരുകൾ ഇദ്ദേഹം കൊടുക്കുന്നു. നമ്മുടെ ചാൻസലർ ആയിട്ടുള്ള ആള്, ഗവർണർ അല്ല, അത് മനസ്സിലാക്കണം. ചാൻസലർ ആയിട്ടുള്ള ആള് ആ യൂണിവേഴ്സിറ്റിയിൽ BJP അനുകൂല സംഘടന ഉണ്ടാക്കിയ ഒരു അധ്യാപികയെ VC ആയിട്ട് തോന്നിയ പോലെ നിയമിക്കുന്നു. അപ്പൊ സിദ്ദിഖ് പറയുന്നത് എന്താണ്? ചാൻസലറുമായിട്ട് തല്ലിനൊന്നുമില്ല, അധികാരം ചാൻസലർക്ക് തന്നെയാണ്. അല്ലെന്നേ, അധികാരം ചാൻസലർക്ക് അല്ല. ഇത് കേരള സംസ്ഥാനത്തിന്റെ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് ഗവർണറെ തീരുമാനിച്ചത് കേരള സർക്കാരാണ്. ആ തീരുമാനം മാറ്റിക്കൊണ്ട് നമ്മൾ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് ഒപ്പിടാതെ കക്ഷത്ത് വെച്ചിരിക്കുകയാണ് 2 കൊല്ലമായിട്ട് ഗവർണർമാർ. അത് തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെന്റ് അവകാശമാണ്. ഇതറിയാതെ പറയാണ് ഗവർണറായിട്ട് നമ്മൾ തല്ലുകൂടാനില്ല നിങ്ങളെ പോലെയെന്ന്. ഇങ്ങനെ പറയുന്ന ആളുകളോടാണ് നിങ്ങൾ കേന്ദ്രത്തിന്റെ സംഘപരിവാറിന്റെ കറക്റ്റ് നോമിനി ആയിട്ടുള്ള ആളെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളോട് നിങ്ങൾ നെഹ്റുവിയൻ രാഷ്ട്രീയം ഒന്നും പറഞ്ഞാലൊന്നും അവർ ഉണരില്ല. അവർ വേറൊരു ലെയറിലാണ് നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നടപ്പിലാക്കുന്ന പദ്ധതികൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം പോപ്പുലിസ്റ്റ് എന്ന് പറയാവുന്ന, പോപ്പുലർ അല്ല, പീപ്പിൾ ഫ്രണ്ട്ലി അല്ല, പോപ്പുലിസ്റ്റ്. അതായത് വാർത്തകളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് കിട്ടുന്ന സാധനങ്ങൾ. നോക്കൂ, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇന്നു മുതൽ സ്വാതന്ത്ര്യം. ഭയങ്കര ബുദ്ധിജീവികളൊക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതിനേക്കാൾ വലിയ ലോക ചരിത്രത്തിൽ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കും. രോഹിതിനെ പോലെയുള്ള ആളുകൾ ഇവിടെ എന്ന് പറയും 16 ലക്ഷം അതിദരിദ്രരായ സ്ത്രീകൾക്ക്, മറ്റൊരു പെൻഷനും കിട്ടാത്ത സ്ത്രീകൾക്ക് 3 മാസം പെൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ 10 ലക്ഷം പെണ്ണുങ്ങളെന്ന് KSRTC ബസ് കയറി പോയില്ലേ എന്ന്. ഇത് ആളുകളിലേക്ക് എത്തുമെന്ന് ഇവർക്ക് അറിയാം, എത്തുമെന്ന് ഇവർക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ ആവേശത്തോടെ അദ്ദേഹം പറഞ്ഞു മെൻസ്ട്രുവൽ ഹോളിഡേയ്സ്. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണെന്ന് തോന്നും. സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് പീരീഡ്സ് ആവുന്ന ദിവസം സ്കൂളിൽ വരേണ്ടതില്ല. ആ ദിവസം സംഗതി എവിടുന്ന് പഠിക്കും, എന്ത് ചെയ്യും, എന്താ ചെയ്യുക, അതിനൊരു ഐഡിയ ഇല്ല. സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? നിലവിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 15 കൊല്ലമായിട്ട് കുറെ കാലമായിട്ട് കേരളത്തിലെ സിസ്റ്റം എന്താണെന്നറിയോ? ഈ മെൻസസ് പീരീഡ് ടൈമിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ട സിസ്റ്റംസ് ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സാനിറ്ററി പാഡുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ജൂൺ മാസത്തിൽ നടന്നിട്ടില്ല. സ്കൂളുകളിൽ ഈ സാധനം എത്തുന്നില്ല. അതിന് ഫണ്ടില്ല, അത് ശ്രദ്ധിക്കാൻ ആളില്ല. അത് ചെയ്യേണ്ടതും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. 3-4 ടീച്ചർമാർ എന്നോട് ചോദിച്ചു, ഇത് ആരാണ് ചെയ്യേണ്ടത്, മാഷ് ഇതിനെ പറ്റി ഒന്ന് എഴുതുമെന്നൊക്കെ. എനിക്ക് അതിന്റെ വിശദമായ വിവരം അറിയാത്തതുകൊണ്ട്. അതായത് പീരീഡ്സ് ഡേറ്റിൽ കുട്ടികൾ സ്കൂളിൽ വരേണ്ടതില്ല, അത് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. വരണ്ട, അറ്റൻഡൻസ് കിട്ടും, സർക്കാരിന് ഒരു മെനക്കേടുമില്ലല്ലോ. മെനക്കേട് എന്തിനാണ്? നിങ്ങൾ സ്കൂളിലേക്ക് വന്നുകൊള്ളുക, അവിടെ വേണ്ട സൗകര്യങ്ങൾ സ്കൂൾ ഒരുക്കും, നിങ്ങൾക്ക് പാഡ് ഉണ്ടാവും, വിശ്രമിക്കാൻ സ്ഥലം ഉണ്ടാവും എന്ന് പറയാനാണ്. മറ്റു സാധനമാണ് 3 ദിവസം ഹോളിഡേയ്സ്. അതാണ് മനോരമയിൽ വെണ്ടക്ക നിരത്തുക. അതാണ് ഏറ്റവും സംഘപരിവാറിന്റെ വേദി പങ്കിടാൻ യാതൊരു മടിയില്ലാത്ത പോസ്റ്റ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ കൈമുട്ടി ആഘോഷിക്കുക. ഇത് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നാ ഞാൻ പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം ഈ പെൻഷന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞാൽ മതി. നിങ്ങളിത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? അതെ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അവസാന മാസം LDF തുടങ്ങിയ പരിപാടിയാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾ തുടരാത്തത്? അതോ ഇതിന്റെ ഗുണഭോക്താക്കൾ യോഗ്യരായവരല്ല എന്നുള്ളത് കൊണ്ടാണോ തുടരാത്തത്? അതോ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നുള്ളത് കൊണ്ട് ഇത് വേണ്ടതില്ല, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പ്രിയദർശിനി ഗ്യാരണ്ടിയിൽ ഇതില്ല എന്നുള്ളത് കൊണ്ടാണോ? വ്യക്തമായിട്ടൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പറയില്ല. അപ്പൊ അവർ വേറെന്തെല്ലോ കാര്യങ്ങൾ പറയും. 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം, 20 കൊല്ലമാണെങ്കിൽ 20 കൊല്ലം. കഴിഞ്ഞ മാസം തുടങ്ങിയ ഒരു പദ്ധതി നല്ലതാണെങ്കിൽ അത് തുടരുകയും നല്ലതല്ലെങ്കിൽ അത് തുടരാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പറയുന്ന കാര്യം എന്തായിരിക്കണം? ലോജിക്കലായിരിക്കണം. ചമ്പക്കുളം വള്ളം കളിക്ക് അവധി കൊടുക്കുമ്പോൾ ചോദിച്ചതുപോലെ പറയരുത്. ഈ പറയൽ ഇങ്ങനെ പോയാൽ ഇവര് ഈ മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും കുടുങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുടുങ്ങും, കൃത്യമായിട്ട് കുടുങ്ങും. രോഹിത്, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പ്രേംകുമാർ ഉയർത്തിയ ചോദ്യം, ഈ പദ്ധതി തുടരുമോ അനുവദിക്കില്ലയോ എന്ന് ഖണ്ഡിതമായി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
അതിനോട് തന്നെ ഉത്തരം പറയാം. എൻ്റെ ആദ്യത്തെ ചോദ്യവും അതുതന്നെയായിരുന്നു. രോഹിത്, അല്ല, ശ്രീ പ്രേംകുമാർ പങ്കുവച്ച ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു മാസക്കാലം മുമ്പേ പ്രഖ്യാപിച്ചൊരു പദ്ധതിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ അതിനകത്തൊരു വ്യക്തത കുറവും ഉണ്ട്. അതിനകത്ത് ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്, സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി എവിടെയും ഈ പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഇനി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എവിടെ പറഞ്ഞിട്ടില്ല. ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് പഠിക്കണം, അതിനകത്ത് വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. അത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഗുണകരമാകുകയും മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സർക്കാർ പ്രതിപക്ഷത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തിരുന്ന പണി അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 10 വർഷക്കാലം ഈ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയാണ് പ്രേംകുമാറിനെ പോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ PR ഏജൻസികളുടെയൊക്കെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയൊരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഒരുപാട് തള്ളലുകൾ നടത്തിയതാണ്. 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, 2000 രൂപയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അതൊരു മറ്റൊരു യാഥാർത്ഥ്യം. വിലക്കയറ്റം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, ഒരു വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ചെറുപ്പക്കാർ അവരുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ പറഞ്ഞു. പക്ഷേ PSCയിലൂടെ ആ ഭരണഘടനാ സ്ഥാപനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ശിവരഞ്ജിത്തിനും അതുപോലെ തന്നെ നസീമിനും അവർ ജോലി കൊടുത്ത കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോവിഡിനെ പിടിച്ചു കെട്ടിയെന്നാണ് പറഞ്ഞത്. കോവിഡിനെ പിടിച്ചു കെട്ടിയതിൻ്റെ പേരിൽ കോവിഡ് മരണങ്ങളെ പോലും അത് മറച്ചു വെച്ച ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിരുന്നിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സംസാരങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പിന്നെ അദ്ദേഹം ഇവിടെ PM ശ്രീയെ സംബന്ധിച്ചൊക്കെ അവിടെ പറഞ്ഞു. ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ കയ്യിലേക്ക് കഴുത്തും കത്തിയും കൊണ്ടു കൊടുത്തത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു മന്ത്രിസഭയെ വെച്ചിട്ടുണ്ട്, ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭ ഉപസമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിൻ്റെയും നയം വളരെ കൃത്യമാക്കും. ഒരു RSSൻ്റെയും അജണ്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കരിക്കുലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി സർക്കാർ ഇടപെടുമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. PM ശ്രീക്കെതിരെയുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വരെ PM ശ്രീക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷം ഇന്ന് PM ശ്രീയെ തള്ളിപ്പറയുകയാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഇവർ ഗവർണറുമായി നടത്തിയ വ്യാജ ഏറ്റുമുട്ടലുകളെ സംബന്ധിച്ചൊക്കെ കേരളം കണ്ടിട്ടുണ്ടല്ലോ. ഒരേ സമയത്ത് SFIക്കാരെ തെരുവിലിറക്കുക, അതിനുശേഷം പിണറായി വിജയനും ഗവർണറും തമ്മിൽ ചായ കുടിച്ച് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്ന ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ RSSുമായി സന്ധി ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല. വലിയ ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിരവധിയായ പദ്ധതികളുണ്ട്. KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ, ആശാ വർക്കർമാരെ സംബന്ധിച്ചൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത്തരം ജനകീയമായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളുമായിട്ട് തന്നെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക. പ്രേംകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ സംശയം തീർന്നോ? ഈ പദ്ധതി നടപ്പാക്കുമെന്നാണോ ഇല്ലെന്നാണോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഉപസംഹാര ഭാഗത്തിലേക്ക് കടക്കാം. 2 മിനിറ്റ്. അല്ല, നടപ്പിലാക്കൂ ഇല്ലയോ എന്നുള്ള രോഹിത്തിന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൽ ആരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കോൺഗ്രസ് ചർച്ച ചെയ്തതിന് ശേഷമല്ല ഇത്തരം കാര്യങ്ങളൊന്നും വരുന്നത്. ആദ്യം ഓർഡർ വരികയാണ്. ബക്കാടി ബ്രീസറിന് 20%, 120% നികുതി ആദ്യം ഓർഡർ വരികയാണ്. അതിനുശേഷമാണ് പറയുന്നത് UDF ചർച്ച ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ അത് അവർ സ്ഥിരമായിട്ട് പറയുന്ന സാധനമാണ് PR വർക്കുകൾ. എന്റെ മുഖം കാണുമ്പോൾ വേറെയും പറയും. രസം എന്താണെന്നറിയോ? രോഹിത് ഓർക്കാത്തൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് PR സ്ട്രാറ്റജിയും പ്രൊപ്പഗാൻഡയും ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ഈ പരിപാടി ഇന്ത്യയിൽ തുടങ്ങിയതാരാണെന്നറിയോ? അയാളുടെ പേര് രാജീവ് ഗാന്ധി എന്നായിരുന്നു. മൈ ഹാർട്ട് ബീറ്റ്സ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സകല പത്രങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തുകൊണ്ട് ഈ പരിപാടി തുടങ്ങിയത് മഹാനായ രാജീവ് ഗാന്ധി ആയിരുന്നു. LDFും CPMും കഴിഞ്ഞ ഇലക്ഷനിൽ ഓഫ് കോഴ്സ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസും UDF എത്ര ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടെന്ന് അറിയോ? കോൺഗ്രസിന്റെ ക്യാമ്പയിൻ വേറെ, നിങ്ങളുടെ 140 കാൻഡിഡേറ്റ്സിന് വേറെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 3 ക്യാമ്പയിൻ കമ്മിറ്റികൾ പരസ്പരം തെറിവിളിയായിരുന്നു. അത് നിർത്തണമെന്ന് പരസ്യം പറഞ്ഞിരുന്നു നിങ്ങൾ. 3-4 MLAമാരുടെയും MP മാരുടെയും പേരിൽ ഈ VD സതീശനെയും KC വേണുഗോപാലിനെയും K സുധാകരനെയും സണ്ണി ജോസഫിനെയും രമേശ് ചെന്നിത്തലയും വരെ പച്ചത്തെറി വിളിക്കാൻ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഇപ്പോഴുണ്ട്. അവരതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു.
ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഇപ്പോഴത്തെ തൃത്താലയിലെ ബൽറാം MLA. KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയെ തെറി വിളിച്ചതിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാരുണ്ട് എന്ന് കണ്ടിട്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷണം നടത്തിയിരുന്നു. അതുകൊണ്ട് PR ഏജൻസികളെയും പെയ്ഡ് പ്രൊപ്പഗാൻഡയെ പറ്റിയിട്ട് ദയവീത് ആര് പറഞ്ഞാലും കോൺഗ്രസ്സുകാർ പറയരുത്, കോൺഗ്രസ്സുകാർ പറയേണ്ടതില്ല. നിങ്ങൾ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ നിരന്നു നിന്ന് പരസ്പരം തെറി വിളിക്കുകയായിരുന്നു, ചെളി വാരി എറിയുകയായിരുന്നു. ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ ഇങ്ങനെ വന്നതല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ആ PR വാറിൽ ജയിച്ചു കയറിയ ആളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, നിങ്ങളുടെ MLA-മാരിൽ മഹാഭൂരിപക്ഷം ആളുകളുടെ പിന്തുണയുണ്ടായിരുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാതെ VD സതീശൻ മുഖ്യമന്ത്രിയായത് ആ 12 ദിവസം അതിഗംഭീരമായിട്ടുള്ള PR ഏജൻസികളെ വെച്ചിട്ട് VD സതീശന്റെ ക്യാമ്പ് നടത്തിയ കേരളത്തിൽ ഉണ്ടാക്കിയ ക്യാമ്പയിൻ ആയിരുന്നു. AICC നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച കാര്യം അതായിരുന്നു. അത് രോഹിത്തിനും എനിക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അതൊന്നും വെറുതെ പറയേണ്ടതില്ല രോഹിത്. യെസ്, KV സുമേഷ്, ഞാൻ താങ്കളോട് ചോദ്യമായിട്ടൊന്നും ഉന്നയിക്കുന്നില്ല. ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത്. ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. കാരണം അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാതെ ഘട്ടം ഘട്ടമായി ഇത് അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ്. നമ്മൾ ഇടതുപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രോഹിത് ഇവിടെ പറഞ്ഞപ്പോൾ ഇപ്പോൾ നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞു, അതാണോ ടി സിദ്ദിഖ് ചെയ്യുന്നത്? വ്യാജ ഏറ്റുമുട്ടല. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ 1 മാസം കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്രയേറെ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് പറയുന്നുണ്ടോ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളൊന്നും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്? 10 വർഷം ഒരേ പല്ലവി ഇങ്ങനെ കഴിഞ്ഞ ഇലക്ഷൻ മുതൽ ആരംഭിച്ച ഏത് PR വർക്ക്? ആരാ PR? നിങ്ങൾ ദൈവതുല്യമായിട്ട് കേരളത്തിലെ UDF പ്രവർത്തകർ കാണുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറി നിലത്തിട്ട് ചവിട്ടി കാർക്കിച്ച് തുപ്പിയില്ലേ ഈ തിരുവനന്തപുരത്ത്? നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? ആരാ? അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളുടെ ചിത്രം കൂടി ഉണ്ടായിരുന്നു. ഇത് ഫ്ലെക്സ് വലിച്ചു കയറിയിട്ടാണ് പറയുന്നത്. KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ആണ്. അപ്പോൾ വലിച്ചു കയറിയ ആൾ പറയാണ്, പ്രായമുള്ള ഒരാളുടെ ഒരു വയസ്സൻ്റെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ഇത് ശ്രീ പ്രേംകുമാർ പറഞ്ഞു, PR ഏജൻസിയെ വെച്ചിട്ട് ഇവിടെ കൊട്ടേഷൻ പണി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊക്കെ കേരളം കണ്ടതല്ലേ. LDF ഗവൺമെൻറ് ഇന്നത്തെ കേരളത്തിലും ഇന്ത്യയിലും നിലനിന്ന ഏറ്റവും മികച്ച വികസന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനെ ആരൊക്കെയാണ്, ഏതർത്ഥത്തിലാണ് നിങ്ങൾ അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്? എന്തെല്ലാം പ്രചരണമാണ് ഈ കേരളത്തിൽ നടത്തിയത്? BJP LDF ഡീലാണെന്നുള്ള വ്യാജ ആക്ഷേപം, അതിന് PMC ആണ് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ചത്. കർണാടക ഗവൺമെൻറ് ഒപ്പിട്ടു, ഒരുപാട് കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട് നടപ്പിലാക്കി. കേരളത്തിൽ 1400 കോടി രൂപയുടെ പദ്ധതി SSK ഫണ്ട് തടഞ്ഞു. ഇന്ന് ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒപ്പിട്ടത് എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ വ്യാജ പ്രചരണങ്ങളെ ശക്തമായിട്ട് നടത്തി. നിങ്ങളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൺകറൻറ്റ് ലിസ്റ്റിലല്ലേ? നിങ്ങളോട് മെയ് 8-ന് കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചല്ലോ, PM ശ്രീയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ തുടരാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഡീൻ കുര്യാക്കോസിന് പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കേരളം PM ശ്രീയിലില്ല എന്ന മറുപടിയല്ലേ അതിൻ്റെ ഭാഗമായി ഫണ്ട് ഇതുവരെ അലോട്ട് ചെയ്തിട്ടില്ല എന്നല്ലേ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ബഹുമാനപ്പെട്ട NPC, ഇത് സ്ത്രീ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഗുണപ്രദമായ, അവർക്ക് വരുമാനമുണ്ടാക്കുന്ന, അവർക്ക് ജീവിതത്തിൽ അടുക്കളയിൽ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞിരുന്ന അമ്മമാർക്ക് ലഭ്യമായിരുന്ന ആ സഹായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലയടിച്ചു വരും. ഈ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി സുമേഷ്, പ്രേംകുമാർ, രോഹിത്. വളരെ മികച്ച ഒരു ചർച്ച. ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം പോലെ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ള ഒരു ചർച്ച. സത്യേതര രാഷ്ട്രീയ കാലത്ത് രാഷ്ട്രീയ ചലനങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്ന് പറയുന്നൊരു ചർച്ച ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്.